നേരെ നോക്കിക്കോ നീ. ഈ പ്ലാൻ മൊത്തം നിന്റെ അല്ലേ? സത്യം പറ. അപ്പൊ നീ എന്റെ ഒപ്പം വരല്ലേ എന്റെ റിയൽ വൈഫായിട്ട് ഫ്രാൻസിലേക്ക്? Yes, I want to complete my promise. എന്ത് പ്രോമിസ്? അന്ന് ഞാൻ നിന്റെ അടുത്ത് പറയാനായിട്ട് കുറെ കാര്യങ്ങളുണ്ട്. അതിലൊന്നാമത്തെ കാര്യമാണ് മാർട്ടിന്റെ ലൈഫ്. ഹീസ് നോട്ട് എ ഗുഡ് മാൻ, ബട്ട് പക്ഷേ അവന് പ്രണയം എന്ന് വെച്ചാൽ ഭ്രാന്തം. സോ മാർട്ടിന് ഒരാളെ പ്രണയിച്ചിരുന്നു. അതിനവന് വൈഫുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പിന്നെ അവൻ്റെ സ്റ്റോറി മൊത്തം എനിക്ക് അറിയില്ല. ബിക്കോസ് ഹീസ് മൈ ഡാഡ്സ് ഫ്രണ്ട്സ് ആണ്. സോ അതുകൊണ്ട് എനിക്ക് അവനോട് വലിയ അടുപ്പമൊന്നുമില്ല. ബട്ട് റീസെൻ്റായിട്ട് നമ്മൾ പോണതിന് മുമ്പ് ഞാൻ അവനെ കണ്ടായിരുന്നു. മീൻസ് അവൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ വെച്ചിട്ട് അവൻ്റെ അടുത്ത് എന്നെ അവന് മനസ്സിലാക്കാൻ പറ്റും. എന്നെപ്പോലെ തന്നെയാണ് അവൻ്റെ ലൈഫും. ലൈക്ക് ഹിസ് ഡാഡ് ഡോണ്ട് ലവ് ഹിം ലൈക്ക് ദാറ്റ്. അതെൻ്റെ അടുത്ത് പറഞ്ഞു. ആൻഡ് അങ്ങനെ കുറേ പറഞ്ഞപ്പോൾ ലൈക്ക് അന്നേരം അവൻ പറഞ്ഞു അവനാണ് ഐഫിൽ ടവറിൻ്റെ ഓണർ എന്ന് പറഞ്ഞു. ഇറ്റ്സ് ലൈക്ക് ഞാൻ പെട്ടെന്ന് ഞെട്ടി. കാരണം എൻ്റെ ഗോളായിട്ട് വെച്ചിരുന്ന ഒരു കൺസ്ട്രക്റ്റീവ് എന്താ പറയുക പറയാൻ പറ്റില്ല എനിക്ക്. അത് നമ്മൾ വിറ്റ് കഴിഞ്ഞാൽ ഈഫിൽ ടവർ വിറ്റ് കഴിഞ്ഞാൽ എത്ര കോടി രൂപ കിട്ടുമെന്ന് പോലും ആർക്കും പറയാൻ പറ്റില്ല. അത്രയ്ക്ക് ലക്ഷങ്ങൾ നമുക്ക് കിട്ടും. സോ എൻ്റെ ഗോളായിരുന്നത്. പക്ഷേ അവിടെയാണ് എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയത്. ലൈക്ക് അവൻ്റെ അടുത്ത് പോകണമെങ്കിൽ അല്ലെങ്കിൽ അത് റീസെൻ്റായിട്ട് അവൻ ഓഫർ ചെയ്യുന്നുണ്ട്. ആ ഓഫറിന് നിൽക്കണമെങ്കിൽ കപ്പിൾസായിട്ട് പോകണം. അങ്ങനെയാണ് ഞാൻ നിന്നെ കൊണ്ട് പോയത്. പക്ഷേ ഒരു ട്വിസ്റ്റ് നടന്നു. അവനെല്ലാം എനിക്ക് എഴുതി തരാം എന്നൊക്കെ പറഞ്ഞെങ്കിലും അവൻ പറഞ്ഞു നമ്മുടെ മാരേജ് സർട്ടിഫിക്കറ്റ് അങ്ങനെ എന്തൊക്കെയൊക്കെ വേണമെന്ന് പറഞ്ഞു. ബട്ട് അവനിതൊക്കെ എന്തിനാന്ന് പോലും എനിക്കറിയില്ല. എനിവേ എനിക്ക് കിട്ടേണ്ട സാധനം എനിക്ക് കിട്ടുന്നതുകൊണ്ട് ഞാൻ അത് നോക്കിക്കൊണ്ട് നടക്കുമ്പോഴാണ് എങ്ങനെയും അത് ഒപ്പിക്കാൻ നോക്കിക്കൊണ്ട് നടക്കുമ്പോഴാണ് നീ ഇങ്ങനെ വന്ന് എൻ്റെ അടുത്ത് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞു. ആൻഡ് അതെനിക്കൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. ബട്ട് ഐ ഡോണ്ട് ലൈക്ക് യു. പിന്നെ നീ എൻ്റെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് സന്തോഷം ഉണ്ടാവുമെന്ന് നിനക്ക് സന്തോഷം ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഞാനത് വേണ്ടാന്ന് വെച്ചത്. പക്ഷെ പയ്യെ എങ്ങനെയൊക്കെയോ നീ എൻ്റെ ഉള്ളിൽ പിടിച്ചു തരി. ആൻഡ് ഹി ഓൾസോ ലൈക്ക് യു. മീൻസ് നമ്മുടെ ഈ ഒരു നമ്മുടെ ആ ഒരു റിലേഷൻഷിപ്പ് അവനും ഇഷ്ടമായിരുന്നു. ആൻഡ് അവൻ എന്നെ ഒന്നുകൂടെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അന്നത്തെ പോലെ പാർട്ടിയൊന്നുമല്ല, പക്ഷെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവൻ്റെ അടുത്ത് ചെന്നു കഴിഞ്ഞപ്പോഴാണ് അവൻ എൻ്റെ അടുത്ത് പറയുന്നത് നീ എനിക്കൊരു പ്രോമിസ് തന്നെ, നിൻ്റെ ഭാര്യനെ നീ ഒരിക്കലും വിട്ട് കളയില്ല. ലൈക്ക് അവിടെ നിന്ന് നിൻ്റെ ജീവിതകാലം മൊത്തം നടക്കും. മീൻസ് കൊണ്ട് നടക്കും. എനിക്ക് എൻ്റെ ആളെ കളഞ്ഞു പോയ മീൻസ് എൻ്റെ കൈവിട്ട് പോയ പോലെ നിൻ്റെ കൈവിട്ട് ഒരിക്കലും പോയിട്ടില്ല. അങ്ങനെയൊക്കെ അവൻ എനിക്ക് പറഞ്ഞു. ആൻഡ് എന്നെക്കൊണ്ടവൻ പ്രോമിസ് ചെയ്യിപ്പിച്ചു. ആ ഈഫിൽ ടവർ എനിക്കുള്ളതല്ല, നിനക്കുള്ളതാണ്, നിനക്ക് വേണ്ടിയാണ് ഞാൻ വാങ്ങണമെന്നും പറഞ്ഞാണ് ഞാൻ വാങ്ങിയത്, എന്നാലും അവനെ തരത്തുള്ളൂ. ആൻഡ് അങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ പ്രോമിസ് ചെയ്യിപ്പിച്ചു. ആൻഡ് ദാറ്റ് ടൈം എനിക്ക് ആ പ്രോമിസ് അത്ര ഇതായിട്ട് തോന്നിയില്ലെങ്കിലും പിന്നെ ഞാൻ ഓർത്തു നീ ചെറുതായിട്ട് എൻ്റെ മനസ്സിൽ വന്നല്ലോ, അപ്പം എന്തെങ്കിലും ചെയ്യാൻ ഓർത്തു. അപ്പോഴാണ് ജിമിൻ അങ്ങനെയൊക്കെ വന്ന് പറഞ്ഞതും എല്ലാം എനിക്ക് മൊത്തത്തിൽ ഞാൻ ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. പിന്നെ ഇപ്പോൾ എല്ലാ പ്രശ്നങ്ങളും തീർന്നു. നിന്നെയും കൊണ്ട് ഒന്നുകൂടെ അങ്ങോട്ട് ചെല്ലണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അവനെ കാണേണ്ട ആവശ്യമൊന്നുമില്ല. ബിക്കോസ് ദാറ്റ് പ്രോപ്പർട്ടി ഈസ് ഓൾസോ മൈൻ നൗ. സോ അത് ഞാൻ നിനക്ക് തരാൻ പോവാം. ഇത്രയും നാളും ഞാൻ കാശിനും എൻ്റെ അഭിമാനത്തിനും അതുപോലെ തന്നെ എൻ്റെ വെൽത്തിനും വേണ്ടി നടന്ന ഞാൻ. പക്ഷേ നീ വന്നതോടുകൂടി എന്തൊക്കെയൊക്കെയോ എൻ്റെ ജീവിതത്തിൽ ഹാപ്പൻഡ് ആയ പോലെ, നിന്നെ ഒരിക്കലും വിട്ടുകളയാതെന്ന് എൻ്റെ മനസ്സ് പറഞ്ഞ പോലെ, പിന്നെ എൻ്റെ എല്ലാം നിനക്കുള്ള പോലെ, അതുകൊണ്ട് ഞാൻ നിനക്ക് തരാൻ പോവാം.
സ്നേഹിച്ചായിരുന്നു, ഇത്ര സ്നേഹിച്ചായിരുന്നു. എനിക്കും നിങ്ങൾ എന്നെ കൊണ്ട ദിവസം എനിക്ക് ശരിക്കും ഒരു ട്രോമാറ്റിക് ഡേ ആയിരുന്നു. ആൻഡ് that was my devil day. ആൻഡ് ഞാൻ കുറേ കരഞ്ഞിട്ടുണ്ട്. പിന്നെ എനിക്ക് എൻ്റെ ഫീലിങ്സിനെ പോലും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇറ്റ്സ് എ ലവ് or a crush and something ലവ് പോലെയാണോന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിരുന്നു. ബട്ട് നൗ ഐ എം ഷുവർ ഐ വിൽ ലവ് വിത്ത് യു. അവിടെയുള്ള ഓരോ നിമിഷങ്ങളും നിനക്ക് പുതിയതായിരിക്കും. ഇനി നമുക്ക് ആ ട്രോമ ഒരുമിച്ച് ഹീൽ ചെയ്യാം. എനിക്ക് ശരിക്കും റിഗ്രറ്റ് തോന്നുമായിരുന്നു. കാരണം എല്ലാവരും എനിക്ക് പെർഫെക്റ്റ് മാച്ചാണ് എന്നൊക്കെ പറഞ്ഞിട്ടും എൻ്റെ മനസ്സ് ഹീലായില്ല. വൈ? ആൻഡ് അപ്പോഴും ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഇപ്പോഴത് മനസ്സിലാക്കിയെന്ന് മാത്രം. എനിവേ, നമുക്ക് ആ പഴയ കാര്യങ്ങളെല്ലാം മറക്കാം. ആൻഡ് we have to build a new life for us. Will you come with me to the city of love? Adrian, do you miss me? യെസ്, ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത്. അല്ല, ഫോണെ പോലെ സംസാരിച്ചു തുടങ്ങി. ആ ഫോണല്ല ഗാദ്രൽ, നീ തിരിഞ്ഞു നോക്ക്. ജിമിൻ, നീ എന്താ ഇവിടെ? ഇതെന്താ, എനിക്ക് എന്റെ ഭാര്യനെ കണ്ടൂടെ? What stupid are you talking, ജിമിൻ? ഞാൻ 5 വർഷമായിട്ട് സ്നേഹിച്ച എന്റെ വൈഫ്. ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചേക്കണം ഗാദ്രൽ. പെട്ടെന്ന് ഏതൊരു സമയത്ത് നിന്റെ അടുത്ത് ബായ് പറഞ്ഞ് ഏതോ ഒരു നാട്ടിലേക്ക് പോയി. ആൻഡ് ഇങ്ങോട്ട് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ നിന്നെ അറിയാൻ പോലും ഇല്ല എന്ന് പറയുമ്പോൾ എനിക്കറിയാം നിന്റെ റിയാക്ഷൻ എന്തായിരിക്കുമെന്ന്. ബട്ട് എനിക്ക് നിന്നെ അന്ന് മുതൽ നല്ലോണം അറിയാം. ബിക്കോസ് ഇറ്റ്സ് ഓൾ വാസ് എ പ്രാങ്ക് എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു കളി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കാരണം ഞാനിത് മീരനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തൊരു കെട്ടുകഥയായിരുന്നു. മീൻസ് നിങ്ങൾ പറയുമ്പോൾ വന്ന് നിങ്ങൾ ഇഷ്ടപ്പെടാനും നിങ്ങൾ പോയി കഴിയുമ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടാണ്ടിരിക്കാനും ഞാൻ പാവക്കുട്ടിയൊന്നുമല്ല. എനിക്കും ഉണ്ട് ഫീലിങ്സ് ഒക്കെ. പ്ലീസ്, ഞാനൊന്ന് പറയുന്ന കേക്ക്. നിങ്ങളുടെ അടുത്ത് തന്നെ വിടാനാ പറഞ്ഞു. എന്നെ വിട് പ്ലീസ്, എനിക്ക് പോണം. നിന്റെ ഭാഗത്ത് തന്നെയാണ് ന്യായം, ഞാൻ സമ്മതിച്ചു. പക്ഷെ ഞാനൊന്ന് പറയുന്ന കേക്ക്. ഒന്ന് കേൾക്കാൻ നീ ഒന്ന് കൊള്ളു പ്ലീസ്. അത് കഴിഞ്ഞ് നീ എന്ത് വേണേലും ചെയ്തോ. ശരി, എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? ഇപ്രാവശ്യം കൂടെ ഞാൻ കേട്ടേക്കാം. ഇനി ഇങ്ങനെയൊന്നും കേൾക്കാൻ നമുക്ക് പറ്റില്ല. ഞാനിവിടെ വന്നപ്പോൾ മീഡിയായിട്ട് ഞാൻ അത്യാവശ്യം മീൻസ് കമ്പനി ആയല്ലോ. ആ ടൈമിൽ എനിക്ക് മനസ്സിലായി അവൾക്ക് എന്ത് ശരിക്കുള്ള പ്രശ്നമെന്ന്. അവൾക്ക് അവന് ഇഷ്ടമാണെന്ന് എനിക്ക് മനസ്സിലായിരുന്നു. അപ്പോൾ എങ്ങനെയും അവർ ഒന്നിപ്പിക്കണം എന്നുള്ളതായിരുന്നു എൻ്റെ പ്ലാൻ. സോ ഞാൻ വിചാരിച്ചു ഞങ്ങളുടെ ഒരു ഡേറ്റിന് പോയി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത്, അല്ലെങ്കിൽ ഞങ്ങൾ ഇഷ്ടത്തിലാന്ന് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് എങ്ങനെയെങ്കിലും അങ്കിത്തിനെയും കൊണ്ട് എങ്ങനെയൊന്ന് ജലസാപ്പിക്കണം എന്ന് നോക്കും. അതിനുവേണ്ടി മാത്രം ഇതൊക്കെ ചെയ്യിപ്പിച്ചത്. ഇപ്പൊ ലാസ്റ്റ് അവരൊന്നിച്ചു. നമുക്കും അതുപോലെ തന്നെ ഒന്നിക്കണ്ടേ? കാര്യം നിന്നെ ഞാൻ കുറെ അവോയ്ഡ് ചെയ്തു. അതിനൊക്കെ സോറി. എൻ്റെ അടുത്ത് നീ ക്ഷമിക്കണം പ്ലീസ്. എൻ്റെ അടുത്ത് നീ ക്ഷമിക്കില്ലേ? ക്ഷമിക്കാൻ പറ്റാത്ത തെറ്റ് ഞാൻ ചെയ്തേക്കണമെന്ന് എനിക്കറിയാം. പക്ഷെ എന്നാലും പ്ലീസ് പ്ലീസ് ഫോർഗീവ് മീ. അങ്ങനെയൊക്കെ അവളുടെ ഒരു ഡയറോണ് കണ്ടപ്പോ എനിക്ക് ശരിക്കും സഹിച്ചില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ. ഇല്ല കാതറിന, ഞാൻ നിന്നെ കുറ്റം പറയില്ല. നിനക്ക് ഞാൻ തോന്നും എല്ലാം ചെയ്താൽ ഞാനാ ശരിക്കും സോറി പറയണ്ടേ. ഐ എം സോറി. മീര, നീ റെഡി അല്ലേ പോവാൻ? ഞാൻ റെഡിയാ. ഇന്ന് രാത്രിയല്ലേ ഫ്ലൈറ്റ്? രാത്രിയാ ഫ്ലൈറ്റിൽ. അവിടെ ചെന്ന് ഇറങ്ങുമ്പോൾ തന്നെ അവിടെ കാർ വന്നെടുക്കും, നമുക്കതിൽ പോവാം. പിന്നെ ഇന്ന് രാത്രി പോകണ്ടല്ലേ, അതുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുന്നില്ല. ഞാൻ നിന്റെ വീട്ടിലേക്കാവും. എന്റെ വീട്ടിലോ? എന്താ, ഞാൻ അവന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്നാ ഞാൻ വന്നില്ല. ഏയ്
പ്രശ്നമൊന്നുമില്ല, ഞാൻ വെറുതെ ചോദിച്ചോളൂ. പോരെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്നാ വാ, നിന്റെ വീട്ടിലേക്ക് പോവാ. എന്നാ നമുക്ക് ഇറങ്ങാം, സമയം ആവാറായില്ലേ, 8 മണിക്കല്ലേ ഫ്ലൈറ്റ്. ആ വാ പോവാം. ഇവിടെ മുതൽ നമ്മുടെ ലൈഫിലെ ജേർണി ആരംഭിക്കല്ലേ. പോവാം. പോവാം. கடவுள் தந்த கவிதை போல உன்னை நான் பார்க்கிறேன். இதற்கும் மேலே என்ன வேண்டும் என நான் கேட்கிறேன். இருவிழியில் இதயம் தூங்க தினசரி கனவை வாங்க இனி இவளின் இரண்டாம் பாகம் நீ அல்லவா. பேசும் மழையே வரவா, பூவின் இதழாலே உனைய வரவா. ഇതെന്താ ഇവിടെ വണ്ടിയിരുത്തിയേ? അതൊക്കെ ഞാൻ പറയാം, നീ പറഞ്ഞു. மாலை நிலவோடு தொலைந்து விடவா. Mira, now I feel like my half is with me. It's only you, Mira. Only you. Now you are my everything and the one who I love. Thank you, Mira. Thank you for this specialty. நான் பாடுமாறீராரோ. Promise me, Mira, that even if we die, you will not leave this ring anywhere and always keep it with you. ഉറപ്പായിട്ടും. இது போதும் போதும். பேசும் மழையே நனைய வரவா. പിന്നെ ഞാൻ മെയിനായിട്ടും ഈ റിങ് കളയരുതെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, ഇതിൻ്റെ പിറകിലൊരു തിയറി ഉണ്ട്. എന്താന്ന് വെച്ചാൽ നിന്റെ കയ്യിലെ റിങ്ങിൻ്റെ ഉള്ളിൽ ഉള്ള ആത്മാവ് എൻ്റെ റിങ്ങിൻ്റെ ഉള്ളിലുള്ളത് നിന്റെ ആത്മാവ്. അതുകൊണ്ട് നമുക്ക് ഇപ്പം മിസ് ചെയ്താലോ, നമ്മൾക്ക് സെപ്പറേറ്റ് ആയിട്ട് എങ്ങോട്ടേലും പോയാനോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഈച്ച് അതർ മിസ് ചെയ്യുമ്പോൾ നിനക്ക് ഈ റിങ്ങിലൊക്കെ എൻ്റെ അടുത്ത് സംസാരിക്കാം, ഞാനായിട്ട് കണക്റ്റ് ആവാം. പക്ഷെ ഇത് കളഞ്ഞു പോയാൽ നമ്മളായിട്ട് ഒരു കണക്ഷനും ഉണ്ടാവില്ല താനും. അതുപോലെ തന്നെ ചിലപ്പോൾ ഇത് പോയി കഴിഞ്ഞാൽ നമ്മളായിട്ടുള്ള ബന്ധവും തീരില്ല, പക്ഷേ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യാനൊന്നും പറ്റില്ലല്ലോ. അങ്ങനത്തെ കുറേ ഇഷ്യൂസ് ഉണ്ട്. സോ ഈ മോതിരം വിലപ്പെട്ടതാണ്. ഞാൻ എന്തായാലും സൂക്ഷിക്കും.